പ്രിയ കലാസ്നേഹികളെ, ലൂർദ് മാതാ തിയേറ്റേഴ്സിൻ്റെ പ്രാർത്ഥന, മരണം, പാക്കേജ്, സ്വർഗം, മറിയയുടെ സ്വർഗാരോഹണം, മാത്തിരി കത്തിച്ച പൂത്തിരി, രോമാഞ്ച കൂടാരം അറ്റ് 950+ എന്നീ സൂപ്പർ ഹിറ്റുകൾക്ക് ശേഷം വിനയപുരസ്സരം അവതരിപ്പിക്കുന്ന 8ാമത് നാടകം KACK അഥവാ ക്ഷീരമുള്ള ഒരു അകടിയും ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. കഥയും കഥാപാത്രങ്ങളും സാങ്കല്പികമല്ല, നമ്മളൊക്കെ തന്നെയാണ്. പങ്കെടുക്കുന്നവർ മിനി ജെർസോ, ലീന ജോസ്, ആൻസി സുനിൽ, ഏഞ്ചൽ സിൻഡോ ജോസ്, ഷാൻഡോ ആട്ടോക്കാരൻ, സുനിൽ രാജ്, പ്രിയ ജോസ്. ഗാനരചന മനു മഞ്ജിത്ത്, വിനായക ശശികുമാർ. സംഗീതം സുശീൽ ശ്യാം, ദീപു നൈനൻ തോമസ്. കോറിയോഗ്രാഫി ലീന ജോസ്. സാങ്കേതിക സഹായം ജിഫി ഷാൻഡോ. രചന സംവിധാനം ജോസ് പി. തിന്മ നിറഞ്ഞവർ നന്മ നിറഞ്ഞവരാകാൻ ഒരു കൈത്തിരി. കാക്ക് ക്ഷീരമുള്ള ഒരകടിയും ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. വഴിയിലേക്ക് നോക്കിയിരിക്കാണ്ട് നീ ആ അരിയൊന്നും കഴിയിലടപ്പത്തട്ടെ. വെള്ളം തിളക്കാറായി, ഉപ്പേരിക്കറിയണ്ടേ? അതിനൊക്കെ നേരം നീ ഒന്നും ധൃതി പിടിക്കാണ്ട്. നേരം 10 കഴിഞ്ഞു. ഇൻസ്റ്റന്റ് കഞ്ഞി റെഡിയിട്ട് സർ എന്ന ബോർഡ് മാത്രം വെച്ചാലോ? ഓർഡർ കിട്ടിയവർക്ക് സമയത്തിന് സാധനം എത്തിക്കണ്ടേ? അതൊക്കെ ചെയ്യാനേ നീ പോയിട്ട് ആ വിറക് നല്ലോണം നീക്കി കൊടുത്തിട്ട് നന്നായിട്ട് മൂടി കൊടുക്കും. ആ വെള്ളം തിളയ്ക്കുമ്പോ അരി അങ്ങോട്ട് കഴിയിട്ട് അതൊക്കെ കഴിയുമ്പോഴേക്കും ഞാൻ അങ്ങോട്ട് വരാം. പിന്നെന്തിനാ പറഞ്ഞേ? കഞ്ഞി മോന്തി കുടിക്കാനാ? നമ്മളെ രണ്ടാളും കൂടി ഒരു സ്വയം തൊഴിൽ സംരംഭം ലോൺ എടുത്ത് തുടങ്ങിയത് തന്നെ. ആവശ്യക്കാർക്ക് വിവിധ തരം കഞ്ഞികൾ മിതമായ നിരക്കിൽ ചൂടോടെ എത്തിച്ചു കൊടുക്കാമെന്ന് പരസ്യവും ചെയ്തു. അതിനെന്താ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ, പൊടിയരി കഞ്ഞി, കരിക്കഞ്ഞി, കർക്കടക്കഞ്ഞി, എന്തൊക്കെ കഞ്ഞി വേണം അതൊക്കെ കൊടുത്തു. പോരാത്തതിന് ഈ കഞ്ഞി. ഓർഡർ കിട്ടി, സമയത്തിന് സാധനം കൊടുക്കണ്ടേ? വഴി കൂടെ പോണ കണ്ട കാക്കോടും പൂച്ചോടൊക്കെ വർത്താനം പറയണം. പിന്നെ ഈ പണിയൊക്കെ ആരെടുക്കാനാ? അല്ല, നമ്മുടെ ടീച്ചറല്ലേ ആ വരുന്നത്. ഞാനിങ്ങനെ ആർക്കാണ് ഇരിക്കുന്നു. ആ മുടത്തിട്ടാ വരുന്നേ. ആ സ്കൂളിലെ പിള്ളേരെ ഇവിടെ തട്ടിക്കുന്ന തോന്നണേ. അത്ര നല്ല കയ്യിലിരിപ്പാ. എന്താ പറ്റിയ ടീച്ചറെ ഒരു ദുർനടപ്പ്? എന്ത് പറയാനാ, കുർബാന കഴിഞ്ഞ് പള്ളിയിലത്തിന്റെ കുറ്റം പറഞ്ഞ സ്റ്റെപ്പ് ഇറങ്ങിയതാ. വഴുത്തിലുണ്ടായിരുന്നേ, നേരെ താഴെ എത്തി. അയ്യോ കഷ്ടരിക്ക. ഡോക്ടറെ കാണിച്ചില്ലേ? കണ്ടു 3 ഇംഗ്ലീഷ് ഡോക്ടർമാരെ കണ്ടു. സർജറി വേണമെന്നാ പറയണേ. അയ്യോ, സർജറി ചെയ്ത 3-4 മാസം കിടക്കണ്ടേ? അതെ, സർജറി ഒന്നും ചെയ്യരിക്കാട്ടാ. പിന്നെ ഇനി ഉണ്ടല്ലോ ഒരു കാലത്ത് മാറില്ല. നമ്മുടെ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയില്ലേ, പണ്ടി സർജറി ചെയ്തതാ. ഇപ്പോഴും അങ്ങോട്ട് നടപ്പ് ശരിയായിട്ടില്ല. പിന്നെ ഞങ്ങളുടെ അടുത്ത വീട്ടിൽ ചേച്ചി 6 മാസം മുന്നേ സർജറി ചെയ്തിട്ട് ഇപ്പൊ നടക്കണമെങ്കിൽ 2 ആള് വേണം. സർജറി ചെയ്യണ്ട. ടീച്ചറെ എന്നും ഇങ്ങനെ തന്നെ നടന്നാ മതി എന്നാണോ നീ പറയണേ? സർജറി ചെയ്യണമെന്ന് പറഞ്ഞാ അത് ചെയ്യണം. അപ്പൊ ഇതൊക്കെ പുലിക്കുട്ടി പോലെയല്ലേ പറയണേ? സർജറി ചെയ്തതാ. യൂണിറ്റ് വാർഷികത്തിന് എന്തായിരുന്നു അവളുടെ ഡാൻസ്? അവൾക്ക് ഇപ്പൊ ഒരു കുഴപ്പമില്ല. അതെ, ഇവിടെ അങ്ങനെയൊക്കെ പറയൂട്ട. ടീച്ചർ അതൊന്നും കേൾക്കണ്ട. സർജറി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ പറ്റില്ല. അതെ, ഏതെങ്കിലും ഒരു ആയുർവേദ കടയിൽ പോയിട്ട് നല്ല ദാനന്തരം കുഴപ്പ് മേടിച്ച് പരട്ടി തിരുമ്പി എന്നിട്ട് ഒന്ന് ചൂട് പിടിക്കുക. അപ്പൊ മാറണ പ്രശ്നമുള്ളത്. തൈലം കൊണ്ടൊന്നും മാറുമെന്ന് തോന്നണില്ല. നോക്കട്ടെ, ഞാൻ പോവാ. പാവം, അവള് കൊറേ കാലം ഇങ്ങനെ ഞണ്ടി നടക്കുന്നു. ഞങ്ങളുടെ എനിക്ക് തോന്നണ മീനെ വലിയ ഡാൻസുകാരിയെന്നായിരുന്നു വിചാരം. ഇവളുടെ ഞൊണ്ടല് ഒരു കാലത്ത് മാറല്ല എന്റെ കർത്താവേ. നല്ല പ്രാർത്ഥന കർത്താവ് ഇപ്പൊ കേൾക്കും. അമ്മേ, ഞാൻ ഹോസ്റ്റലിൽ നിന്ന് കോണി ഇറങ്ങുമ്പോ വഴിക്ക് വീണു. കാല് കുത്താൻ പറ്റുന്നില്ല. മുട്ടി ഭയങ്കര നീര്, ഭയങ്കര വേദനമ്മ. അയ്യോ മോളെ, എന്തിനാ ഇതിനൊക്കെ അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? നീ ഡോക്ടറെ കാണിച്ചില്ലേ? ഇല്ല, വാദം പറഞ്ഞ്
അപ്പോഴേക്കും മോൾക്ക് പണി കിട്ടി. തൈലവും കുഴപ്പമൊന്നും പോരാല്ലേ. ശവത്തില് കുത്തല്ലേ പിന്നെ എന്റെ മോളാ, അവള് ചെറുപ്പാ, കൊറേ കാലം ജീവിതം ബാക്കിണ്ട്. സ്വന്തം കാര്യം വന്നപ്പോ ഇങ്ങനെ, വല്ലവർക്കാണെങ്കിൽ അങ്ങനെ. നല്ല സ്വഭാവം. രണ്ടുപേരും നല്ല തിരക്കിലുള്ള കഞ്ഞിയേറ്റി ആട്ടിൻപിള്ളയാവോ? എന്നെങ്കിലും അപ്പൊ ജീവിച്ചു പക്കോട്ടെ ഷാൻഡോ. അല്ല ഷാൻഡോ, നിങ്ങളുടെ ഈ ഗായക സംഘത്തിന്റെ പാട്ടുണ്ടല്ലോ, പുതിയ വന്നേ പിന്നെ ഇതിന്റെ പോരാട്ട ഒരേ പാട്ടെങ്കിലും എങ്ങനെ ആവർത്തിച്ച് പാടണേ. നിന്റെ ശബ്ദവും മൈക്കിൽ കൂടെ കേൾക്കുന്ന കൂടിയില്ല. അല്ല, നിങ്ങൾ അച്ഛനും ഗായക സംഘവും തമ്മില് വഴക്കാ? ആരെന്ന് പറയുന്നതോട് പുതിയ അച്ഛന്മാർ വരുമ്പോ പല നിർദ്ദേശങ്ങളും തരും. ആഴ്ചയിൽ ഒരേ പാട്ട് പാടിയ സമൂഹത്തിൽ അത് പഠിക്കാം, കൂടെ പാടും ചെയ്യാലോ. കുർബാനൊരു സമൂഹത്തിനല്ലേ? അത് ശരിയാ. ഓരോ ദിവസവും പുതിയ പാട്ടാവുമ്പോ മറ്റുള്ളവര് കാഴ്ചക്കാരാവും. ഇപ്പോഴത്തെ രീതി തന്നെയാ നല്ലത്. അങ്ങനെയൊന്നല്ല, പണ്ടത്തെ രീതിയിലാവുമ്പോ നല്ല രസമായിരുന്നേ. ഗാനമേള പോലില്ലായിരുന്നേ. ഇപ്പൊ ഒരു കുമ്മൂലിയെന്നേ നിങ്ങൾക്കും ഷൈൻ ചെയ്യാൻ പറ്റണില്ല. ഇതൊന്നും പറ്റില്ല ഞാൻ പറഞ്ഞാൽ സമൂഹമായിട്ട് ആരാധന നടത്തുന്ന ഒരു കുഴപ്പമില്ലല്ലോ. കുർബാനയ്ക്ക് എല്ലാവരും പാട്ട് പാടുന്ന കേൾക്കാനൊരു സുഖം. അതെ, ഞാനുള്ള കാര്യം പറയും. നിങ്ങൾ ഇത്ര വിനയം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമ്മുടെ പള്ളിയില്ലേ, അച്ഛന്മാര് പേരും പോവും. നമ്മള് പറയുന്നത് ഒന്നനുസരിച്ച് വിചാരിച്ചപ്പോ എന്താ വരാൻ പോണേ? എനിക്ക് വേറെ പണിയുണ്ട്, ഞാൻ പോവാ. വഴക്കൊന്നും ഞങ്ങള് പോണില്ലേ? ഷാൻഡോ, നമ്മുടെ ആൻസിനെ സൂര്യനൊക്കെ കൂടെ കാണാനില്ലോ. അവര് കളിക്കുന്നു കാണില്ല. എന്താ പറ്റിയവർക്ക്? അവരടിച്ചു പൊളിക്കില്ല. നിങ്ങൾ അവരുടെ സ്റ്റാറ്റസ് ഒന്നും കാണാറില്ല. ഇപ്പൊ അവര് കഴിഞ്ഞ ആഴ്ച ഊട്ടിയിലായിരുന്നു. ഇപ്പൊ മലേഷ്യക്ക് പോകുന്ന പറഞ്ഞ അടുത്ത മാസം. ആ സ്റ്റാറ്റസ് ഒക്കെ ഒന്ന് കണ്ടുനോക്കുന്നുണ്ട്. ആരുടെ ഷാൻഡോ സ്റ്റാറ്റസ് ഒക്കെ കാണാൻ? ഇവിടെ ഈ കഞ്ഞിയുടെ തിരക്കല്ലേ. ശരി, ഞാൻ പോട്ടെ. ശരി, ഞങ്ങൾ കണ്ടോളാം. വലിയ പാട്ടുകാരൻ വന്നിരിക്കുന്നു. ഇവന്റെ പാട്ടൊക്കെ ഒരു ഗതിയില്ലാത്തതുകൊണ്ട് ഇടവക്കാർ കേൾക്കുന്നതാ. ഇവനൊക്കെ പാട്ട് പാടുന്ന നേരത്തെ കർത്താവ് പള്ളിയുടെ പുറത്തിറങ്ങി നിൽക്കണ്. ഞാനത്ര കണ്ടതാ. ശരിക്കും കർത്താവല്ല ഭർത്താവും പള്ളിയുടെ പുറത്ത് നിൽക്കുന്നുണ്ടാവുക. അല്ല, നീ ഇപ്പൊ തന്നെ ഷാൻഡോന്റെ പാട്ടിന് ഇത്ര നേരം പൊഴുത്തിയതല്ലേ? എത്ര മുഖണ്ട് നിൽക്കല് സിനിയെ? നീ പോയി മോളെ. അല്ല, നമുക്ക് ആ സ്റ്റാറ്റസ് ഒന്ന് കാണണ്ടേ? നോക്കട്ടെ. വന്നേ. അല്ല, ഈ ചുങ്കൽ ജോഷി വില്യമും ഏത് നേരം സ്റ്റാറ്റസ് മാറിക്കൊണ്ടിരിക്കണല്ലോ. ഇവർക്കൊരു പണിയില്ലാന്നേ. ഇവരുടെ സ്റ്റാറ്റസ് കാരണം ഫോൺ വേണമായി തുടങ്ങി. കിട്ടി. ഡാൻസിന് സുനിന് നമുക്കൊന്ന് നന്നായിട്ട് ഒന്ന് കാണാട്ടാ. ഒന്ന് നന്നായി കാണുന്നത്.
എനിക്ക് കാണുന്നുണ്ടായി 100 ആൻസർ 2 പേർക്കും. ഇപ്പൊ തന്നെ നമ്മുടെ സ്റ്റാറ്റസ് കണ്ടല്ലോ, നല്ല രസമുണ്ടായിരുന്നു കേട്ടാ. ഞങ്ങൾ ചെറിയിട്ട് പോയതാ ഇപ്പൊ എവിടേക്കാനുണ്ടാവും വീട്ട്? ഇങ്ങോട്ടല്ലേ? അപ്പനും അമ്മയ്ക്കും നിങ്ങളുടെ കഞ്ഞി മതിയെന്നാ പറയണേ. രാവിലെ വെച്ചിട്ട് പോണതുകൊണ്ട് അത് തണുക്കല്ലേ. ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോവാണല്ലോ. ആ ഞാനേ സുനിയെ എന്നെ കുറെ നാളായി കാണുമ്പോ ഒരു കാര്യം ചോദിക്കുന്നു വിചാരിക്കുന്നു. എന്തിനാ ആൻസിയുടെ മുഖത്തൊരു പാട്? നിനക്കുണ്ടിട്ടൊരു കൊല്ലായ്മ? എന്തുവാണ്ടം അത്രേ കൊണ്ട് തോന്നുന്നതാ. അവിടുത്തെ ഒരു കുഴപ്പമില്ല, കുഴപ്പമില്ലേ? അതെ, കുറെ കാലായില്ലേ, എന്തോ ഒരു ദുഃഖമുണ്ട് എനിക്കറിയാം. കുറെ നാളായി നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇവരെ കുട്ടികളൊന്നും ആയില്ലല്ലോ. നിങ്ങളിലാർക്കും കുഴപ്പം? ഞങ്ങളിൽ ആർക്കും കുഴപ്പമില്ല, കുട്ടികളോടാകുമ്പോ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർമാരെ അങ്ങനെ പലതും പറയും. ഒരു കുഞ്ഞിക്കാല് കാണാൻ പറ്റില്ല എന്ന് വെച്ചാൽ ജീവിതത്തിന് പിന്നെ എന്തോ ഒരു അർത്ഥമായ വെറുതെ ഇങ്ങനെ നേരെ വര നമുക്ക് കുറെ സ്റ്റാറ്റസ് ഒക്കെ ഇടാന്ന് മാത്രം. നീയേ ആ കാരണന്മാരുടെ വല്ല ചാവുണ്ടോന്നൊന്നും നോക്കിക്കായിരുന്നില്ലേ? ഒന്ന് വായച്ചത്തിന്റെ സീനിയറിനോട് കഞ്ഞി വാങ്ങാൻ വന്നതല്ലേ? അതേ സിനിയേച്ചിയെ, കുട്ടികളില്ലാത്തതിന് ഞങ്ങൾക്ക് സങ്കടമൊന്നുമില്ല. ചേട്ടനെ സ്നേഹിക്കാൻ ഞാനുണ്ട്, എനിക്ക് സ്നേഹിക്കാൻ ചേട്ടനുണ്ട്, ഞങ്ങൾക്ക് സ്നേഹിക്കാൻ അപ്പനും അമ്മയുണ്ട്. പിന്നെ കുട്ടികളുണ്ടാവുന്ന ഡോക്ടർ പറഞ്ഞിട്ടുമുണ്ട്. ഞങ്ങൾക്ക് ഒരു സങ്കടവുമില്ല. നിങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് സങ്കടം പറഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷമാണെങ്കിൽ ആയിരിക്കാം. ഓരോ സൂക്കേട് അയ്യോ, എന്റെ സിനിമകൾക്ക് ഇനി കഞ്ഞി കുടിക്കണ്ട, വയറ് നിറഞ്ഞു. അല്ല, എന്തിന്റെ കേടായിരുന്നു നമുക്ക്? വല്ലവരുടെ കാര്യത്തിന് പോയി തലയിടുക, അവരുടെ കുറവുകളെ കുത്തിപ്പൊക്കുക. ആ വിറകുപൊളി ഉണ്ടല്ലോ, അടുപ്പിൽ വെക്കാൻ മാത്രമല്ല നിന്റെ വായയിലും കുത്തിക്കയറ്റാൻ പറ്റൂട്ടാ. അങ്ങനെ ആ കച്ചവടവും പോയി കിട്ടി. പിന്നെ വലിയ കുരുവികള് അവനൊക്കെങ്കിൽ അവൾക്ക് ഈ ജന്മത്തിൽ കുഞ്ഞുണ്ടാവാൻ പോണില്ല. അവന്റെ വംശം ഇതോടെ തിരികെ കണ്ടോ? അല്ല, അറിയാൻ പാടില്ല എന്ന് ചോദിക്കുക. കഴിഞ്ഞ ജന്മത്തിൽ വല്ല ചോദിയായിരുന്നു നീ? അല്ല, വെറുതെ ഈ ചോദിച്ചത് കണ്ടിട്ട് ചോദിച്ചതാണ്. ഇതൊക്കെ ഒരു സുഖല്ലേ എന്റെ മോളെ? നമ്മുടെ പണിയെടുക്കാം. അല്ല പിന്നെ ഞാൻ ഇപ്പഴാ ഓർത്തേക്കാ, എനിക്ക് പണിയെടുക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഓർമ്മ വരും. അല്ല, നിന്റെ മോളെ പഠിപ്പൊക്കെ എന്തായി? അവര് ഡോക്ടറാവാൻ പഠിക്കല്ലേ, ഇപ്പൊ ഫൈനൽ ഇയർ ആയി. അല്ല, ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ ഒരു ക്യാമ്പയിനില്ലല്ലോ. എന്റെ ഈശ്വരന്റെ മകട്ടിക്കായല്ലോ. രമിക്കൊന്നല്ല, ഡോക്ടറാവുന്നത് അവർക്ക് ഒരു സ്വപ്നമാണ്. പോരാത്തതിന് ഗവൺമെന്റ് കോളേജിൽ ഒരു സീറ്റും കിട്ടി. അല്ല, ഈ MBBS ഒക്കെ കിട്ടിയിട്ട് എന്താ കാര്യം? അതൊന്നും പണ്ടത്തെ പോലെ ഒന്നും ഇല്ല. ഇപ്പൊ ഒരു മിനിമം ഒരു MD എങ്കിലും ഇല്ലാത്ത ഒരു ഡോക്ടർ ഞാനൊന്നും കാണാനേ പോറില്ല. MD ഒക്കെ അവിടെ പഠിച്ചോളൂ. പെൺകുട്ടികളെ വലിയ പഠിപ്പൊക്കെ പഠിപ്പിച്ചിട്ട് എന്താ കാര്യം? ഞാനതല്ലേ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് തന്നെ എന്റെ മൂത്ത മോളെ കെട്ടിച്ചു വിട്ടത്. 10ാം ക്ലാസ് തോറ്റു നിൽക്കുമ്പോ പറമ്പില് പണിക്ക് വന്ന ബംഗാളിയുടെ കൂടെ പോയ മോളല്ലേ? അത് നന്നായി. ബംഗാളിക്ക് എന്ത് കുഴപ്പം? ബംഗാളിയില്ല. അപ്പൊ കുഴപ്പമില്ല, ടാഗോറിന്റെ കൊച്ചുമോനാണല്ലോ മോളെ കെട്ടിയത്. അല്ല, എനിക്ക് ബംഗാളിയോട് എന്തെത്ര ദേഷ്യം. അവർക്ക് ചെലവ് വളരെ കുറവാ. ഒരു 10 വായെടുത്ത് 4 തൊട്ട് വൈകുന്നേരം വരെ പണിക്കും. വൈകുന്നേരം ചെയ്യാലോ കുറച്ചുള്ള കിഴങ്ങ്, കുറച്ച് പരിപ്പ്, ഇത് മതി. ഇങ്ങനെ കാശൊക്കെ ലാഭാ. എന്റെ മോൾക്ക് കുറെ സമ്പാദ്യം ഉണ്ടാവണേ. നല്ല കുശിട്ടുണ്ടാ. അത് നന്നായി. അല്ല, ആരെ പറഞ്ഞ നമ്മുടെ അച്ഛനല്ലേ പറഞ്ഞേ? അച്ഛനും കഞ്ഞി വേണോ? ഇപ്പോഴും ശരിയായിരിക്കട്ടെ. എങ്ങനെയുണ്ട് നിങ്ങളുടെ പുതിയ സംരംഭമൊക്കെ? കച്ചവടത്തിൽ മെച്ചപ്പെടുത്തില്ലേ? എന്താ പറഞ്ഞേ? എനിക്കും ഒരു നേരം ഈ കഞ്ഞി കിട്ടിയാൽ കൊള്ളാമെന്നാണ്. അച്ഛന്റെ വയറ് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ. ചോറ് ശരിയാവില്ല. കഞ്ഞി മതിയച്ചാ, ഗോതമ്പ് കഞ്ഞി മതില്ലേ? പിന്നെ കച്ചവടം പൊടിച്ചോളൂ. ഇവളുടെ വായുന്നാവും ഇതിന്റെ കൈപ്പുണ്യം മതിയല്ലോ. അല്ല, അച്ഛനെ ഞാൻ കാണാൻ ഇരിക്കുന്നേ. എന്തിനാ? അച്ഛനൊന്നും അഭിനന്ദിക്കാൻ തന്നെ അച്ഛനെങ്കിലും വെറുതെ വിട്ടുകൊണ്ട് നമുക്ക്. എന്നെന്തിനാ അഭിനന്ദിക്കണേ? മനസ്സിലായില്ല. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ആ കായിക സംഘല്ലേ, അവര് നിരത്തി നിർത്തിയല്ലേ. ഞാനോ? മനസ്സിലായില്ല. അച്ഛനെ ഇവിടെ വരുന്നതിന് മുന്നേ അവരെന്തായിരുന്നു നടത്തിയിരുന്നറിയോ? പള്ളിയിലെ ഗാനമേളയായിരുന്നു. എന്നും പുതിയ പുതിയ പാട്ടുകൾ മാത്രം പാടുള്ളൂ. അതും 1 man ഷോ ആയിരുന്നു. അച്ഛൻ വന്നവരെ നിരത്തി നിർത്തി. അതെനിക്ക് ഇഷ്ടപ്പെട്ടു.
ഡോക്ടർമാരും പോകും. അത്യാവശ്യം ആളുകളൊക്കെ പരിചയപ്പെട്ട് വരും. സമൂഹത്തിൽ ആരാധനയ്ക്ക് നല്ലതാണെന്ന് തോന്നിയ ചില കാര്യങ്ങൾ ഗായിക സംഘവുമായി ചർച്ച ചെയ്തു. അവർക്കത് ബോധ്യപ്പെട്ടു, അവരതനുസരിച്ചു. അല്ലാതെ ഞങ്ങൾ തമ്മിൽ വഴക്കൊന്നുമില്ല. ആരും പറഞ്ഞു പറഞ്ഞാണ്. ശരിയാ, 19 വയസ്സായിരുന്നു. അത്യാവശ്യം പള്ളികളിൽ കുറെ അധികം ആളുകളെ പരിചയപ്പെട്ടു. നല്ല മനസ്സുള്ളവരെയും ചീത്ത മനസ്സുള്ളവരെയും കണ്ടിട്ടുണ്ട്. നിന്നെപ്പോലെ സമൂഹത്തിൽ കുത്തിത്തിരിപ്പും അപവാദവും പറഞ്ഞു വരുന്നു മറ്റുള്ളവരെ തമ്മിലടിപ്പിച്ച് അതിന് സന്തോഷം കണ്ടെത്തി ജീവിക്കുന്നവരെയും കണ്ടിട്ടുണ്ട്. പക്ഷെ ആ പരിപ്പ് എൻ്റെ അടുത്ത് വരില്ല മോളെ. നിന്നെയാണ്. ശരിയാ, ഞാനിത് വരുന്ന വഴിക്ക് ആ ഷാൻഡോനെ കണ്ടു. രാവിലെ നീ അവനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൻ എന്നോട് പറഞ്ഞു. രണ്ടറ്റത്തും നീ കൊടുത്ത് അത് കണ്ട് രസിക്കുന്നു. എല്ലാവരുടെയും കുറ്റം പറയുന്ന നിന്റെ വീട്ടിൽ സ്ഥിതിയെ പറ്റി നീ ആലോചിച്ചിട്ടുണ്ട്. നിന്റെ മൂത്ത മോളല്ലേ ബംഗാളിയെ കൂടെ ഓടിപ്പോയത്. ഒരാൺകുട്ടികളാണെങ്കിൽ വൈകുന്നേരം വീണ്ടും കുടിച്ച് ലഭില്ലാതെ വഴിയിരിക്കുന്നത്. നാട്ടുകാരല്ലേ അവനെ വീട്ടിൽ കൊണ്ടാക്കി തരുന്നത്. ആ കുട്ടികളില്ലാത്ത ആഴ്ചയെ നീ കരയിപ്പിച്ചുകൊണ്ട് വീട് നിറയെ കുട്ടികളുണ്ടായിട്ടെന്തേ ഒരെണ്ണമെങ്കിലും ചൊവ്വായിട്ടുള്ളതില്ലേ. ഇനി ആ ബാംഗ്ലൂരിൽ പഠിക്കുന്ന ആ കൊച്ചെങ്കിലും ഒന്ന് പഠിച്ച് നേടിയ വന്നത് അതിന് പ്രാർത്ഥനയും നല്ല മനസ്സൊക്കെ ആയിട്ടൊന്ന് കഴിയാൻ ശ്രമിക്കും. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എനിക്കറിയാം എന്റെ സ്വഭാവം നല്ലതല്ല. പക്ഷെ എന്താ ചെയ്യരുത്, ഞാൻ ചെറുപ്പം തൊട്ടേ ഇങ്ങനെയായി പോയി. ഞാൻ ശ്രമിക്കാം. കൊള്ളാം. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ചെറുപ്പകാലങ്ങളിലുള്ള ശീലം പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കില്ല എന്നല്ല. എങ്കിൽ ആത്മാർത്ഥമായ ശ്രമം ഉണ്ടായാൽ ഒപ്പം പ്രാർത്ഥനയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിത് സാധിക്കും. ഞാനെപ്പോഴും ഉള്ളോട് പറയും ഈ സ്വഭാവം നിയന്ത്രിക്കണം. നമ്മുടെ ഒരു വിരലെ മറ്റുള്ളവരെ നേർക്ക് ചൂണ്ടുമ്പോ 4 വിരല് നമ്മുടെ നേർക്കാന്ന് പറയാറില്ലേ? ഈ പറഞ്ഞത് ശരി. പിന്നെ നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തിന് ഐശ്വര്യവും സന്തോഷവും ഉണ്ടാകുമ്പോൾ നമ്മളത് സന്തോഷിക്കാൻ പഠിക്കണം. അവർക്ക് നന്മയുണ്ടായാൽ അതിന്റെ ഗുണം നമുക്ക് കിട്ടാതിരിക്കില്ല. ക്ഷീരമുള്ള ഒരു അരടി ചുവട്ടിൽ ചോര തന്നെ കൊതുകിന്റെ കൗതുകം എന്ന് പറഞ്ഞ പോലെയാണ് ശരി നിന്റെ സ്വഭാവം. ഇനിയെങ്കിലും മറ്റുള്ളവരുടെ നന്മ കണ്ടെത്താനും ശ്രമിക്കും. ഞാൻ എന്റെ തെറ്റുകളൊക്കെ മനസ്സിലാക്കുന്നു. ആരും ഇന്നേ വരെ എന്റെ മുഖത്ത് നോക്കി എന്റെ കുറവുകളെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ചിന്തിക്കാതിരുന്നത്. ഇപ്പൊ ഇന്ന് തന്നെ കാലത്ത് ഞാൻ ആ ടീച്ചറി ഷാലോനി ആൻസീനി എന്തിനാ അച്ഛനെ എന്നെ കുറെ കുറ്റം പറഞ്ഞു. ഇവിടെ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവുന്ന ഈ ബീനേനെ ഞാൻ കുറെ വിഷമിച്ചിട്ടുണ്ട്. പക്ഷെ അവരാരും എന്നോട് മുഖം കറക്കൊന്നും സംസാരിച്ചിട്ടില്ല. ഇപ്പൊ എനിക്ക് മനസ്സിലായി അവന്റെയൊക്കെ സ്വഭാവം എന്തൊരു നല്ലതാ. എന്റെ കുറ്റങ്ങളും കുറവുകളൊക്കെ ഞാനിപ്പോ മനസ്സിലാക്കുന്ന വെച്ചാ ഞാൻ മാറാൻ ശ്രമിക്കാം. അച്ഛനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. നല്ല കാര്യം. ഇതിനാണ് അമ്മയുടെ രാജ്യം വരണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്നത്. അവിടുത്തെ തിരുമനസ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കും. അച്ഛനാണ് അച്ഛാ, ശരിക്കും അച്ഛൻ. നമുക്ക് ഈ സന്തോഷം ഒന്ന് ആഘോഷിച്ചാലോ? ഇന്നത്തെ ചടങ്ങ് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കണം. കേറുവാ എല്ലാവരും. വാ. കഞ്ഞി കുടിക്കുന്നതിന് മുമ്പ് ഒരു വാർത്ത. പ്രിയപ്പെട്ടവരെ, ദൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ ദൂർത്തപുത്രന്റെ പിതാവ് കൊഴുത്ത കാളാട്ടിയെ കൊന്ന് ആഘോഷിച്ചു. ഇവിടെ സിരി എന്ന ദൂർത്തപുത്രി പശ്ചാത്തപിച്ച് തിരിച്ചു വന്നിരിക്കുന്നു. നമ്മുടെ വിൻസെന്റേട്ടനും ചേച്ചിമാരും കൂടി കൊഴുത്ത കാളക്കുട്ടിയെ കൊന്ന് കറി വയ്ക്കാൻ പോയിട്ടുണ്ട്. അതിനു മുമ്പ് നമുക്കൊന്ന് ആഘോഷിക്കാനാണ്. പിന്നെ പാട്ട് മാത്രം മതിയോ? ഡാൻസും വേണ്ട കുറിച്ച് ശ്രമിക്കാം.